ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ നയനിയാണ് കാണിക്കുന്നത്. കൂടെ നമ്മുടെ ദേവയാനിയും അനാമികയും രേവതിയും ഉണ്ട്. അങ്ങനെ എല്ലാവരെയും ഭക്തി മാർഗത്തിലൂടെ കയ്യിലെടുക്കാനുള്ളതാണ് ഇവളീ കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ നമ്മുടെ ദേവയാനി. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്ത് രേവതിയും സംസാരിച്ചു. അത് 100% ശരിയാണല്ലോ. ഇവിടെയുള്ള ആണുങ്ങളെല്ലാം ഇവള് ഭക്തി മാർഗത്തിലൂടെ തന്നെയാണ് കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നയനയ്ക്ക് കലി വന്നു. നയന പറഞ്ഞു, അമ്മേ ഇപ്പം ഈ അമ്മ പറഞ്ഞ കാര്യത്തിന് മറുപടി എനിക്ക് പറയാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷേ ഇത് ദൈവത്തിൻ്റെ കാര്യമായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് തോറ്റു പിന്മാറുവാണെന്നൊന്നും ആരും ഓർക്കണ്ട. പിന്നെ ഇവിടേക്ക് കുറച്ച് പേർക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. എന്നെയും അതുപോലെ എൻ്റെ ചേച്ചീനെയും ഇവിടുന്ന് വെളിയിലാക്കാന്നൊക്കെ കുറച്ച് മോഹങ്ങളുണ്ട്. അത് വെറും അതിമോഹം മാത്രമാണ്. അതിനെക്കുറിച്ച് ഞാനൊന്നും ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. അതുമല്ല, അയ്യപ്പന്മാരുള്ള ഈ വീട്ടിൽ ഒരു വഴക്കുണ്ടാക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങ് പോയേക്കുക എന്നും പറഞ്ഞ് നമ്മുടെ നയനെ അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, അവളുടെ നാക്ക് കണ്ടില്ലേ, അവളുടെ ഈ നാക്കിന് കാരണം വേറെ ആരുമല്ല, ഇവിടുത്തെ അച്ഛനും അമ്മയൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ജയേട്ടനും അതുപോലെ അനിയുടെ അച്ഛനും ഒക്കെ ഇതിനൊരു പങ്കുണ്ട്. അതുകൊണ്ട് അവളുടെ ഈ നാക്ക് ഇച്ചിരി കൂടുതലുള്ളത്. ഇപ്പം കണ്ടില്ലേ, 2 കൂടെ പോയിട്ടുണ്ടല്ലോ. ആ നവ്യ അഭിനയം കൂടെ വളച്ച് കയ്യിലെടുത്ത് വെച്ചേക്കുക. അതുകൊണ്ട് ഇനി നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും അത്രയ്ക്ക് എളുപ്പമാവുമെന്ന് തോന്നുന്നില്ല എന്ന് ദേവയാനി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, ആ കാര്യമൊക്കെ എളുപ്പമാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എനിക്കും ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഇവിടെ എൻ്റെ മോളുടെ സ്ഥാനം ഉറപ്പിക്കണം. അതുപോലെ തന്നെ അനാമിക അല്ലാട്ടോ, നവ്യനെയും നയനയെയും ഇവിടെ നിന്ന് വെളിയിലാക്കണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാന്ന് പറഞ്ഞപ്പോൾ ദേവയാനി പറഞ്ഞു, അങ്ങനെ തയ്യാറാകുകയാണെങ്കിലേ നമുക്ക് എല്ലാവരും ഒരുമിച്ച് നിന്നങ്ങ് പ്രവർത്തിക്കാം. എന്നിട്ട് രണ്ടിനെയും ഇവിടെ നിന്ന് കെട്ടിക്കണം. അല്ലാതെ എനിക്കിവിടെ ഒരു സമാധാനം കിട്ടില്ല. എൻ്റെ മോന് കഴിഞ്ഞ മാസം വരെ എൻ്റെ കൂടെ നിന്നതാ. അവളെ ഇഷ്ടമല്ലായിരുന്നു, അവളെ കാണുന്ന ചതുർത്തിയായിരുന്നു. പക്ഷെ ഇപ്പം അവളെയും മയക്കി അവൻ കയ്യിൽ വെച്ചിരിക്കുക. എൻ്റെ മോനെ അവളിൽ നിന്ന് സ്വതന്ത്രനാക്കണം. സ്വതന്ത്രനാക്കണം. അതുമാത്രമേ ഉള്ളൂ എനിക്ക് ആഗ്രഹം. പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 41 ദിവസത്തെ വ്രതം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതിൽ കൂടുതൽ സ്നേഹമായിരിക്കും ചിലപ്പോൾ എൻ്റെ മോൻ അവളോടുണ്ടാകുന്നത്. അതിനു മുമ്പ് തന്നെ കാര്യങ്ങൾക്ക് ഏകദേശം തീരുമാനം ആക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേവയാനി അങ്ങ് പോയി കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് വലിയൊരു ആശ്വാസം. രേവതി പറഞ്ഞു, മോളെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത്രയ്ക്കും വലിയ കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ മരുമകളെ കൊല്ലാനും മരുമകളെ ഇവിടെ നിന്ന് വെളിയിലാക്കാനൊക്കെ വേണ്ടി തന്ത്രം മെനയുന്നത് കണ്ടില്ലേ. നമുക്കൊത്തിരി റിസ്ക് ഇല്ലെന്നാണ് തോന്നുന്നത്. ഈ തള്ളേനെ എരിവ് കയറ്റി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും നയനയുടെയും നവ്യയുടെയും കാര്യത്തിനൊരു തീരുമാനമാകുമെന്ന് പറഞ്ഞപ്പം അനാമിക പറഞ്ഞു, എന്തൊക്കെയാണെങ്കിലും ഇന്ന് വൈകിട്ട് ഈ വിഷം പാലിൽ കലർത്തി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവളുടെ കുഞ്ഞു മരിച്ചു പോകുമല്ലോ. കുഞ്ഞു മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം കൈവെള്ളയെ കൊണ്ട് നടക്കാവുന്ന ഹബിയൊക്കെ അവളെ തള്ളിക്കളയും. പിന്നെ പതുക്കെ നവ്യ ഇവിടുന്ന് പോകും. നവ്യ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയ്ക്ക് പിന്നെ ഇവിടെ പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. പിന്നെ അവളെ എങ്ങനെ ഇവിടുന്ന് തുരത്തി ഓട്ടിക്കണമെന്ന് പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. അവളാണ് പാല് കൊടുത്ത് നവ്യനെ കൊന്നത് എന്ന് വരുത്തി തീർക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവളെയും ഈ വീട്ടിൽ നിന്ന് വെളിയിലാക്കും. അല്ലെങ്കിൽ അവളെ ഉണ്ടല്ലോ പോലീസ് കൊണ്ടുപോകും കൊലപാതക കുറ്റത്തിന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവർ നേരെ പോവാണ് കേട്ടോ. അപ്പം ഇവർ നേരെ ചെന്ന് ഇങ്ങനെ ഹോളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ ഇച്ചിരി മുക്കിലും മൂലയിലും ഒക്കെ നിന്ന് നമ്മുടെ ജലജ കേൾക്കുന്നുണ്ട്. ജലജയുടെ ആവശ്യം കൂടിയാണല്ലോ നവ്യ വെളിയിലാകണം എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ജലജ പറഞ്ഞു, അതെ, എനിക്ക് രേവതിയോടും അനാമിക മോളോടും ഒരു കാര്യം പറയാനുണ്ട്. ഈ നവ്യേനെയും അതുപോലെ നയനെയും ഒക്കെ വെളിയിലാക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് സിമ്പിളായ കാര്യമല്ല. പക്ഷെ അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്യാം. ഇപ്പം ദേവയാനിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ, ദേവയാനി നിങ്ങൾക്ക് സപ്പോർട്ടാണെന്നും ദേവയാനി ഉണ്ടെങ്കിൽ നയനെയും നവ്യേനെയും വെളിയിലാക്കാൻ പറ്റുമെന്നൊക്കെ. എപ്പോഴാ തിരിഞ്ഞു കൊത്തുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുപോലെ ദേവയാനിയുടെ സ്വഭാവം നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതാ അവള് ശരിയുടെ ഭാഗത്തൊക്കെ പണ്ട് നിൽക്കത്തുള്ളായിരുന്നു. പിന്നെ നയനയുടെ കാര്യം വന്നപ്പോൾ മാത്രമാണ് അവൾക്കൊരു വ്യത്യാസമുള്ളത്. പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ഈ പറഞ്ഞ നവ്യയുടെയും കാര്യത്തിൽ ഇവക്ക് കുറച്ച് സ്നേഹമുണ്ട്. ഇവിടുത്തെ കുട്ടിയാണല്ലോ നവ്യയുടെ വയറ്റിലുള്ളത്, അത് എൻ്റെ മോൻ്റെ കുഞ്ഞ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ തൊട്ട് കളിക്കാനേ ഈ പറയുന്ന ദേവയാനി സമ്മതിക്കില്ല. അതുകൊണ്ട് അവളുടെ മനസ്സ് എപ്പോഴാണ് മാറണമെന്നൊന്നും പറയാൻ പറ്റില്ല, എപ്പോഴാണ് മരുമകളെ സ്നേഹിച്ച് തുടങ്ങുന്നതെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ അത് ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഇത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ട് ജലജ അങ്ങ് പോയിട്ടോ.
അപ്പം നമ്മുടെ അനാമികയും പറഞ്ഞു, ശരിയാണല്ലോ അമ്മേ, ഈ മരുമകളും അമ്മായിയമ്മയും ഒന്നിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൻപൻ പണി തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. അതിനെവിടെ നിന്ന് ഒന്നിക്കുന്നു മോളെ? ഒന്നിക്കുന്നതിന് മുമ്പ് നമ്മളെ എല്ലാത്തിനെയും വെളിയിലാക്കൂലോ. നവ്വി ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ പുറകെ നയനയും പോകും. പിന്നെ ആ കിളവനെ കയ്യിലെടുക്കണം. അതാ ഞാൻ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് ആ കിളവൻ്റെ അടുത്ത് പോകണം, സോപ്പിടണം, സോപ്പിട്ട് നമ്മൾ കയ്യിലാക്കി എടുക്കണം. അതാ വേണ്ടത്. എങ്കിൽ പിന്നെ ഇപ്പം തന്നെ അങ്ങോട്ട് പോയാലോ അമ്മേ? ബാ നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ മൂർത്തിയുടെ കൈക്കൊക്കെ വേദനയായിട്ട് വസുന്ധര ഇങ്ങനെ മൂർത്തിക്ക് കുഴമ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് അനാമിക കയറി വന്നിട്ട്, അയ്യോ ഇതെന്താ, ഇതെന്ത് പറ്റി അച്ഛ? അല്ല അച്ഛന്നല്ല, മുത്തച്ഛൻ്റെ കൈക്ക്. പ്രായമൊക്കെ ആയതല്ലേ മോളെ, അറിയാലോ, അസുഖം വല്ലാതെ അങ്ങ് അലട്ടണുണ്ട്. അതിൻ്റെയൊക്കെ ആയിരിക്കും. കാലിനും കൈക്കും ഒക്കെ നല്ല വേദനയാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അതിനിപ്പോൾ എന്താ, ഞാൻ തിരുമ്മി തരാമല്ലോ, ഞാനുള്ളപ്പം മുത്തശ്ശീനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അത് പിന്നെ ഇതൊക്കെ നയനമോള് ചെയ്യുന്നതാണ്. നയനമോള് ചെയ്യുന്നതൊക്കെ ആയിരിക്കും. എങ്കിലും ഞാൻ ചെയ്താൽ എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഇങ്ങ് താട്ട്, ഞാൻ തിരുമാന്ന് പറഞ്ഞുകൊണ്ട് മൂർത്തിയുടെ കൈയൊക്കെ അങ്ങ് തിരുമ്മി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം മൂർത്തിയുടെ കൈയൊക്കെ തിരുമ്മി കൊടുക്കുമ്പോൾ മൂർത്തി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, നയനമോൾക്ക് എടുപ്പത് പണിയുണ്ട്. അയ്യപ്പന്മാരെല്ലാം മാലയിട്ടിരിക്കുകയല്ലേ, എല്ലാവരും മാലയിട്ട് അയ്യപ്പന്മാരായിരിക്കുകയല്ലേ. അപ്പം പിന്നെ അവരെ ഒന്നും സങ്കടപ്പെടുത്താനോ അവർക്ക് സമയത്ത് ആഹാരം കൊടുക്കുകയൊക്കെ വേണമല്ലോ, വൃത്തിയും മെനയൊക്കെ വേണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം എൻ്റെ നയനമോൾക്ക് സമയമില്ലാത്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതി പറഞ്ഞു, അത് പിന്നെ സാറേ എങ്ങനെ സമയം കിട്ടാനാ, ഇത്രയും വീട്ടുകാരില്ലേ, ഇത്രയും വീട്ടുകാർക്കെല്ലാം ജോലി എടുക്കണ്ടേ. ഇതാ ഞാൻ പറയുന്നത്, അവനവൻ സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് താമസിക്കുകയാണെങ്കിൽ ഇതിൻ്റെ വല്ല പെടാപ്പാടും പെടേണ്ട കാര്യമുണ്ടോ? ഈ പ്രശ്നങ്ങളോ വഴക്കുകളോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എല്ലാവരെയും വഴിക്ക് അങ്ങ് പറഞ്ഞു വിടണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശൻ വസന്തരേനെ ഒന്ന് നോക്കി, വേറെ ഒന്നുമല്ല, തനിയെ താൻ പോലും അറിയാതെ തൻ്റെ നാവ് സത്യങ്ങളൊക്കെ വിളിച്ചു പറയുകയാണല്ലോ. അപ്പം രേവതി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, രേവതിക്ക് ഇത് വീതം വെക്കാനാണ് ആഗ്രഹം, വീതം മേടിച്ചുകൊണ്ട് പോകാനാണ് ആഗ്രഹം, തൻ്റെ മകളെ വേറെ കൊണ്ടുപോകണം എന്നൊക്കെ മനസ്സിലായിട്ടോ. എന്നിട്ട് ഏതായാലും ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ വസന്തര പറയാ, അല്ല നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ എന്താ പറഞ്ഞതെന്ന്? വേറൊന്നുമല്ല, ഈ വീട് 2 ആയിട്ടല്ലെങ്കിൽ 3 ആയിട്ടല്ലെങ്കിൽ 4 ആയിട്ട് ഭാഗം വെക്കണമെന്നാ അവളിപ്പോൾ പറഞ്ഞിട്ട് പോയത്. അതിപ്പം നീ പറഞ്ഞിട്ട് എനിക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. അതെനിക്ക് മനസ്സിലായി. അവരുടെ മനസ്സിലിരിപ്പ് ഇപ്പോഴല്ല, വന്ന് കയറിയപ്പോൾ മുതൽ എനിക്ക് മനസ്സിലായതാ. മനസ്സിലിരിപ്പേ വല്ലാത്ത മനസ്സിലിരിപ്പ് തന്നെയാ. ഏതായാലും ഞാൻ വിചാരിക്കണം ഇത് വീതം വെക്കണോ വേണ്ടയോ എന്നൊക്കെ അറിയാൻ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി വരിക. ദേവയാനി വന്നതും മൂർത്തി പറയാ, അല്ല ഇപ്പം മോള് വല്ലതും കേട്ടായിരുന്നോ? അനാമിക മോളുടെ അമ്മ പറഞ്ഞിട്ട് പോയത് വേറൊന്നുമല്ല, ഈ വീട് വീതം വെക്കണം പോലും, വീടും സ്വത്തുക്കളും ജ്വല്ലറീസും ഒക്കെ വീതം വെക്കണമെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അതിനോട് താല്പര്യമില്ല അച്ഛാ, ഇങ്ങനെയൊക്കെ തന്നെ പോകുന്ന നല്ലത്. ഇനിയിപ്പോൾ അനാമിക മോൾക്ക് ഇഷ്ടമാണെങ്കിൽ അവരെ വേറെ ആക്കാം. അതിനിപ്പോൾ എന്താ, ആ കുട്ടിക്ക് അങ്ങനെ ജീവിക്കാൻ ഇഷ്ടമെങ്കിൽ അത് ചെയ്യുക. ഓഹോ, അപ്പം നിനക്കും ഇപ്പം അഭിപ്രായം വ്യത്യാസം ഉണ്ടല്ലേ? ഏതായാലും വീതം വെക്കാനൊന്നും പോകുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ഈ മൂർത്തീസ് ജ്വല്ലറി അതെന്നും ആദർശിൻ്റെ പേര് തന്നെ ആയിരിക്കും. അപ്പം ഇതാണെങ്കിൽ നമ്മുടെ അനാമികയും രേവതിയും മാറി നിന്ന് കേൾക്കാണ് കേട്ടോ. എന്ത് ചെയ്യാനാ, നമ്മുടെ രേവതി പറഞ്ഞു, ഇനിയിപ്പോൾ വീതം വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും തോന്നില്ല മോളെ. കാരണം ഏറ്റവും കൂടുതൽ പണമുള്ളത് ജ്വല്ലറിയിലാണ്. ആ ജ്വല്ലറിയിലാണ് ഏറ്റവും കൂടുതൽ ലാഭവും കിട്ടുന്നത്. അപ്പം പിന്നെ ജ്വല്ലറി മുഴുവൻ ആദർശിന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പിന്നെ എന്താ ഉള്ളത്? അതിലും ഭേദം ഇവിടെ കിടക്കുന്നത് തന്നെ നല്ലത്. ഇങ്ങേര് ജീവിച്ചിരിക്കുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് നമുക്ക് നവ്യക്ക് കൊടുക്കുന്ന ആ വിഷമുണ്ടല്ലോ, നവ്യ മരിച്ചു കഴിയുമ്പം നമുക്കിതേ ഇയാൾക്കും കൊടുക്കണം. ഇയാൾക്കായിരുന്നു ഫസ്റ്റ് കൊടുക്കേണ്ടത്. ഇയാളല്ലേ എല്ലാത്തിനും കാരണം. ഇയാളില്ലായിരുന്നെങ്കിൽ എല്ലാവരെയും നമുക്ക് വശത്തിലാക്കാൻ എളുപ്പമായിരുന്നു. ഏതായാലും ഇയാളെ ഉടനെ പരലോകത്തേക്ക് അയക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞപ്പോഴത്തേക്കും അനാമിക ഇതെല്ലാം കേട്ട് നിൽക്കുകയാണ് കേട്ടോ. അനാമിക പറഞ്ഞു, അമ്മ എന്തും ചെയ്തോ, കൂടെ ഞാനുണ്ട്. നമുക്ക് വേറൊന്നുമല്ല വേണ്ടത്. എനിക്ക് എൻ്റെ ഭർത്താവിനെയും ആവശ്യമില്ല. ഈ വീട്ടിലെ സ്വത്ത് അതിലൊരു ഭാഗം, ഒരു 3/4 ഭാഗമെങ്കിലും നമുക്ക് കിട്ടിയിരിക്കണം. അത് നേടിയെടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ കടമൊക്കെ വീടി കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി മീതി വെക്കാനായിട്ട് കാണുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഏതായാലും ഭയങ്കര പ്ലാനുകളൊക്കെയാണ്. പക്ഷെ പ്ലാനുകളൊക്കെ പൊളിയുന്ന മട്ടാണ് കേട്ടോ. ഏതായാലും പ്ലാനുകളൊക്കെ വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന പോലെയാണ്. മൂർത്തി പറഞ്ഞ ആ ഒരു സ്ഥിതിക്ക് പ്രതീക്ഷകളൊക്കെ ഓരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന നമ്മുടെ ജലജേനയാണ്. ജലജ ഇങ്ങനെ പതുക്കെ നിന്ന് ആലോചിക്കുകയൊക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായിരിക്കും? നവ്യയുടെ വീട്ടിൽ പോയിട്ടുണ്ട്.
അവിടെ ചെന്നിട്ട് ഇനിയിപ്പം വല്ല മാറ്റവും സംഭവിക്കുമോ? ഇവിടെ നിന്നെല്ലാം പ്ലാൻ ചെയ്തു പോയവനാ. ഇനി അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ബ്രെയിൻ വാഷ് ചെയ്ത ആ തള്ളയൊക്കെ മാറ്റുമോന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ജലജ ഇരിക്കുന്നത്. ഈ സമയത്താണെങ്കിൽ നവ്യയും നമ്മുടെ അഭിയും കൂടെ വീട്ടിൽ ചെന്ന് കയറുകയാണ് കേട്ടോ. എല്ലാവർക്കും വല്ലാത്ത അതിശയമായിപ്പോയി. സ്വപ്നമാണോ സത്യമാണോ എന്നൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. ആ ഒരവസ്ഥയിൽ ഗോവിന്ദൻ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതുപോലെ നമ്മുടെ നന്ദു ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നന്ദു അമ്മേ ഇങ്ങ് വന്നേന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് കനകദുർഗ എന്താ മോളെ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് കനകദുർഗയും കണ്ടു ഇവരെ കണ്ടത് നവ്യ ഇങ്ങ് കയറി വന്നിട്ട് ചോദിച്ചു, എന്തു പറ്റി അമ്മയെ ഞെട്ടിപ്പോയെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, പിന്നെ ഞെട്ടാതെ, അത് മോള് ഒന്ന് വിളിച്ചു പറയുക പോലും ചെയ്തില്ലല്ലോ. അന്ന് കല്യാണം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ, പിന്നെ മോൾ ഇങ്ങോട്ടേക്ക് കടന്നു വന്നില്ല. അല്ല ബി എന്താ നിൽക്കുന്നത്, കയറി വാ എന്ന് പറഞ്ഞപ്പം ഞാൻ കയറി വരിക, ഏതായാലും ഞാൻ വരാൻ തന്നെയാണ് വന്നത്, കയറി അകത്തിരിക്കാൻ തന്നെയാണ് വന്നത്. എന്തു പറ്റി മോനെന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. എനിക്ക് വ്യത്യാസമുണ്ട്. ഞാൻ ദേ മാല ഇട്ടിട്ടുണ്ട്. ഈ മാല ഇട്ടപ്പം മുതൽ എന്തോ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സങ്കടവും ഞാൻ ചെയ്യുന്നതൊക്കെ വലിയ തെറ്റാണെന്നൊക്കെ എനിക്ക് തോന്നിത്തുടങ്ങി. അതുകൊണ്ട് തന്നെ നവ്യയാണ് ശരിയെന്നും നവ്യയുടെ വയറ്റിൽ വളരുന്നത് എൻ്റെ കുഞ്ഞാണെന്നും ഉള്ള ആ ഒരു ബോധമൊക്കെ എനിക്ക് എന്തോ അയ്യപ്പസ്വാമി വഴികാട്ടി തന്നാന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എൻ്റെ ഭാര്യ വീട്ടുകാരെ എല്ലാവരെയും അങ്ങ് സ്നേഹിക്കണം, അകറ്റി നിർത്തി എല്ലാവരെയും ചേർത്ത് പിടിക്കണം. ദേ നവ്യാണ് ശരിയെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. പിന്നെ അമ്മയുടെ ആ ഒരു ദേഷ്യം പതുക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അല്ല എന്തുണ്ട് നന്ദു വിശേഷം? നന്ദു ഇപ്പം പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. ദേ എന്നൊരു ഏട്ടൻ്റെ സ്ഥാനത്ത് കാണണോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടോ. പക്ഷെ നന്ദുവിനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നന്ദു ഇതൊക്കെ കണ്ടിട്ട് അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുകയാണ്, കിളി പോയ മാടപ്രാവ് പോലെ. എന്തോ ഒരവസ്ഥയായി പോയി നന്ദുവിന്. അപ്പം നന്ദു പതുക്കെ ഗോവിന്ദനോട് പറയാണ്, അച്ഛാ എന്തോ ഉണ്ട്, എന്തോ വലിയ പണി വരാനിരിപ്പുണ്ട് നവ്യേച്ചിക്ക്. അല്ലാതെ ഇങ്ങേർക്ക് വെളിവും വെള്ളിയാഴ്ചയും വീഴുന്നു തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എന്തൊക്കെയോ മനസ്സിൽ കരുതിയിട്ട് തന്നെയാ ഹബി ഇപ്പം വന്നിരിക്കുന്നത് ഈ വീട്ടിൽ കയറി എന്ന് പറഞ്ഞപ്പം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ മോളെ, ദൈവത്തിന്റെ ഓരോരോ കാര്യങ്ങളല്ലേ. മാല ഇട്ടേക്കല്ലേ, അപ്പൊ പിന്നെ കള്ളം പറയൂ? ഒരിക്കലും മാലയിട്ടിട്ട് കള്ളം പറയില്ല. അത് ആദർശേട്ടനാണെങ്കിൽ സമ്മതിക്കാം ഞാൻ. പക്ഷേ അഭി പറയുന്നത് മുഴുവനും കള്ളത്തരം തന്നെയാ മോളെ. മോളിനെ അഭിന്നൊന്നും വിളിക്കരുത്, അഭിയേട്ടൻ അങ്ങനെ വേണം വിളിക്കാൻ. ആദർശിന് കൊടുക്കുന്ന ബഹുമാനം എന്താണോ ആ ബഹുമാനം തന്നെ നവ്യയുടെ ഭർത്താവിന് നീ കൊടുക്കണം. പിന്നെ ബഹുമാനം കൊടുക്കാൻ പറ്റിയ ആളാണല്ലോ വന്നിരിക്കുന്നതെന്ന് പറയാം. അപ്പൊ ഇതേ സമയം നമ്മുടെ നവ്യയുടെ അടുത്ത് നേരെ കയറി ചെല്ലുകയാണ് കേട്ടോ നമ്മുടെ കനകദുർഗ. എന്നിട്ട് നവ്യോട് ചോദിക്കുകയാണ്, അല്ല മോളെ എന്തോ ഉണ്ട്, ഇത് ജലജയുടെ കളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും അഭിനെ മോള് വിശ്വസിക്കരുത്. ഇല്ലമ്മേ പ്രശ്നമൊന്നുമില്ല, മുത്തച്ഛൻ്റെ മുമ്പിലൊക്കെ വെച്ച് അഭി മനസ്സ് തുറക്കുന്നത് ഞാൻ കണ്ടതാ. അതുകൊണ്ട് തന്നെ മാലയിട്ടതിൻ്റെ ആ ഒരു വ്യത്യാസം അഭിക്കുള്ളത്. 41 ദിവസത്തെ വ്രതം കഴിഞ്ഞ് വരുമ്പോഴേക്കും അഭി പൂർണ്ണമായിട്ട് മാറും, അതെനിക്ക് ഉറപ്പുണ്ട്. ദേ ഇതെല്ലാം എൻ്റെ കുഞ്ഞിൻ്റെ ഭാഗ്യമായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ കണ്ണീരിൻ്റെ വിലയായിരിക്കും. ഏതായാലും മനസ്സ് മാറിയാൽ മതിയായിരുന്നു. ഈ അമ്മയും 41 ദിവസത്തെ വ്രതം എടുക്കുന്നുണ്ട് എൻ്റെ 2 മക്കൾക്കും, അല്ല 3 മക്കൾക്കും നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി. എൻ്റെ നന്ദുവിൻ്റെ കാര്യം അറിയാലോ, അവൾ വല്ലാത്ത വിഷമഘട്ടത്തിലൂടെയാണ് കടന്നൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം സ്വസ്ഥമാകണം, സമാധാനമാകണം. എൻ്റെ മക്കൾക്ക് നല്ലൊരു ജീവിതവും ജീവനൊക്കെ ഉണ്ടാകണം. ഇനിയിപ്പം നയനമോൾക്ക് ഒരു കുഞ്ഞുണ്ടാകണം എത്രയും പെട്ടെന്ന്. അതൊക്കെ ഈ അമ്മയ്ക്ക് ആഗ്രഹമുള്ളൂ ഈ വയസ്സാം കാലത്ത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതൊക്കെ ശരിയാവും അമ്മേ. ഏതായാലും ഇപ്പം ആദർശേട്ടൻ നയനെ സ്നേഹിക്കാൻ തുടങ്ങിയല്ലോ. പിന്നെ ആ ദേവയാനിയുടെ കാര്യമാണ്. ആദർശേട്ടൻ്റെ അമ്മയുടെ കാര്യം പിന്നെ കണക്കാക്കേണ്ട കാര്യമില്ല. മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ നമ്മുടെ ആദർശേട്ടൻ്റെ അച്ഛനും ഒക്കെ വേണ്ടുവോളം നയനെ സ്നേഹിക്കുന്നുണ്ട്. അവർക്കറിയാം നയനെ ആരാണെന്ന്. നയനെ ആ വീട്ടിൽ രാവെന്നോ പകലെന്നോ ഇല്ലാതെ അധ്വാനിക്കുന്നത് ആ കുടുംബത്തിനോടുള്ള സ്നേഹം കൊണ്ടാണെന്നൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അമ്മ പേടിക്കണ്ട, അവർക്ക് നല്ലൊരു ജീവിതം തന്നെ കാട്ടിക്കൊടുക്കും. അതുപോലെ 41 ദിവസത്തെ വ്രതം ഇതാന്ന് പറഞ്ഞങ്ങ് പോവില്ലേ. പിന്നെ ഉള്ളത് ആ അനാമിക പാരയാന്ന് പറഞ്ഞാൽ വൻപം പാരയാ. അമ്മയ്ക്കറിയാമോ, പായസത്തിലുണ്ടല്ലോ പൊടി കലർത്തി തരാൻ വരെ ശ്രമിച്ചു. പായസത്തിൽ പൊടി കലർത്തി തരാനോ? എന്നിട്ട് നയനമോളൊന്നും പറഞ്ഞില്ല. അത് പിന്നെ അതൊക്കെ ഒരു വലിയ കഥയാ. ഞാൻ 8ന്റെ പണി തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ മാറ്റിവെച്ച പായസം, പൊടി കലർത്തി മാറ്റിവെച്ച പായസവും അവർക്ക് കുടിക്കാൻ മാറ്റിവെച്ച പായസവും തമ്മിൽ ഞാനൊന്നും മാറ്റിവെച്ചു. ഒരു ദിവസം വെള്ളം കുടിച്ചു. അല്ല മോള് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന, മോളൊന്ന് സൂക്ഷിച്ചേക്കണം കേട്ടോ. ആരെന്ത് തന്നാലും മോള് കഴിക്കരുത്. നയനമോൾ എന്ത് തരുന്നോ അത് മാത്രമേ കഴിക്കാവുള്ളൂ എന്നിങ്ങനെ പറയാം. ഇത് കേട്ടതും നമ്മുടെ നവ്യ പറഞ്ഞു, അതത്രേ ഉള്ളമ്മേ, ആരെന്ത് തന്നാലും ഞാൻ കഴിക്കാറില്ല. നയനയാണല്ലോ ആ വീട്ടിലെല്ലാം ഉണ്ടാക്കണത്, അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് കഴിക്കാം. അല്ല ആരെങ്കിലും ഒളിച്ചുമ്പാത്ത എന്തെങ്കിലും ഇല്ലമ്മേ, ഞാനെല്ലാം സൂക്ഷിച്ചും കണ്ടാ ചെയ്യാറുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതേ സമയം പാലിൽ പൊടിയൊക്കെ കലർത്താൻ വേണ്ടി നമ്മുടെ
അനാമികയും രേവതിയൊക്കെ റെഡി ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഇതിനിടെ വേറൊരു സംഭവം കൂടെ നടക്കുന്നുണ്ട്. നമ്മുടെ നയനയാണെങ്കിൽ ഓഫീസിലേക്ക് പോകുന്നുണ്ട് ആദർശിന് ഫുഡൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ ഫുൾ വിശേഷമല്ല സോറി ജനറൽ പ്രമോ വിശേഷം കാണണേ. വൈകിട്ട് കറക്റ്റ് 7:30 അല്ല സോറി, നമുക്ക് 9:30 ആകുമ്പോഴത്തേക്കും അടുത്ത ആഴ്ചയിലെ ഫുൾ പ്രമോ വിശേഷവുമായിട്ട് ഞാൻ വരും കേട്ടോ. അപ്പം നമുക്ക് ജനറൽ പ്രമോ കിട്ടുമ്പോൾ അടുത്ത ആഴ്ചയിലെ ഫുൾ വിശേഷവുമായിട്ട് വരും. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം നമുക്ക് നവ്യയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, കുഞ്ഞു പോകുമോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.